നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 1600 രൂപ വീതമാണ് സാമൂഹിക സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്, അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ വീടുകളിലുമുള്ള വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1600 രൂപ 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വരെ നമ്മളുടെ കൈകളിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് പല ജില്ലകളിലും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്ന അറിയിപ്പിനെ തുടർന്ന് പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിലുള്ള പരിശോധനയിൽ 300ഓളം ആളുകളെ അനധികൃതമായി, അതായത് ഗവൺമെൻറ് സർവീസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പെൻഷനും കൂടി കൈപ്പറ്റുന്ന ആളുകളെയൊക്കെ പിടിക്കുകയും ഇത്തരത്തിലുള്ള ആളുകളുടെ പെൻഷൻ പലിശ സഹിതം സർക്കാരിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള ആളുകളെ ഈ ഒരു പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീടുകളിലേക്ക് എത്തിയുള്ള പരിശോധന തുടങ്ങാൻ പോകുന്നു എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുമ്പോൾ അർഹമായ ആളുകൾക്ക് ഈ ഒരു തുക എത്താതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അർഹമായ കൈകളിലേക്ക് തന്നെ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിശോധന. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാരുടെയോ കൗൺസിലർമാരുടെയോ ഒക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കിനിയും പെൻഷൻ ലഭിക്കാൻ പോകുന്നത്. നമ്മൾ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്കായി വരുമ്പോൾ നമ്മളുടെ വാർഷിക വരുമാനം കാണിക്കുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ കരമടച്ച രസീതോ, നമുക്ക് 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ട് എങ്കിൽ അവർക്കും പെൻഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൂടുതൽ ഭൂമിയുണ്ട് എന്ന് പരിശോധനയ്ക്കായി വരുന്ന ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഗുണഭോക്താക്കൾ, അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ കരമടച്ച രസീതോ കാണിച്ചുകൊണ്ട് നമുക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ നമ്മളുടെ പേരിൽ 4 ചക്ര വാഹനം, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ, അതായത് ടാക്സി ആണെങ്കിൽ അത് കുഴപ്പമില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക ലഭിക്കുന്നതല്ല. AC ഉള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും പെൻഷൻ ലഭിക്കത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്